തിരുമേനി, ഇനി എന്നാ അനുയോജ്യമായൊരു മുഹൂർത്തം ഉള്ളത്? ഒരു മാസം കാത്തിരിക്കണം. അതായത് അടുത്ത മാസം. അടുത്ത മാസം ഒരു മുഹൂർത്തം നിശ്ചയിക്കാം. രണ്ട് മൂന്ന് മുഹൂർത്തങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തിരഞ്ഞെടുക്കാം. മുഹൂർത്തങ്ങൾ ഞാൻ കുറിച്ചു തരാം. എത്ര മുഹൂർത്തം കുറിച്ചാലും ശരി, വിശാലും പാർവതിയും ഒന്നിക്കരുത്. അത് ഏത് വിധേനയും തടസ്സപ്പെടുത്തണം. ഒരു മാസം അത് മതി. ഉദ്ദേശിച്ച കാര്യങ്ങൾ അതിനുള്ളിൽ ഞാൻ നടത്തിയെടുക്കും. വിശാൽ, ആ തിരുമേനി, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ഞങ്ങളുടെ കമ്പനി ഒരു പുതിയ പ്ലാന്റ് തുടങ്ങുന്നുണ്ട്. ഉടനെ അതിന്റെ ഉദ്ഘാടനം നടത്തണം. വിശാലിന് കാലിന് പരിക്ക് പറ്റിയിരിക്കല്ലേ, അതുകൊണ്ട് വിശാലിന് പകരം പാർവതിയെ കൊണ്ട് ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യിക്കാമോ? പിന്നെന്താ, ഈ കുട്ടിക്ക് ആ ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യാം. അത് ശുഭമായിരിക്കും. ഗായത്രി അമ്മയെ പോലെ തന്നെ ഈ കുട്ടി തൊടുന്നതുമെല്ലാം വിജയമായി തീരും. എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടാവട്ടെ. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? ഏയ്, ഒന്നുമില്ല തിരുമേനി. പ്രതാപ, തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാം. ആന്റി, ആ ജാസ്മിനോ, വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ആന്റിയോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ, എന്താ വിഷയം? എന്താ ആന്റിയുടെ ഉദ്ദേശം? മനസ്സിലായില്ല. നീ എന്താണെന്ന് വെച്ചാ തെളിച്ചു പറയേ. ആന്റി എന്നെ ഇവിടെ നിർത്തി വിഡ്ഢിവേഷം കെട്ടിക്കാണ്. അല്ല, നീ എന്തിയാ ജാസ്മിൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണം? വിശാലമായിട്ട് വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഞാനിവിടെ ആ മോഹമായിട്ട് കഴിയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ചലനം എന്റെ കാര്യത്തിൽ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കണം? എന്റെ ജാസ്മിനെ, നീ നിരാശപ്പെടാതിരിക്കെ. നിന്റെയും വിശാലിന്റെയും വിവാഹം ഇനി നടക്കില്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വിവാഹം നടക്കും. അത് ഞാൻ നടത്തി തരും. എനിക്കതിൽ വിശ്വാസം പോരാ. ഇത്രനാള് മുമ്പ് വരെ ആ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും അസ്തമിച്ചു ആന്റി. ആന്റി എന്നോട് ഇങ്ങനൊരു കൊലച്ചത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ പൊന്ന് ജാസ്മിനെ, ഞാൻ നിന്നെ എങ്ങനെ ചതിച്ചുന്നാ? ഞാൻ ചതിച്ചിട്ടില്ല, ഇനിയൊട്ട് ചതിക്കുകയില്ല. ആ മതി മതി, ഇങ്ങനത്തെ വർത്താനൊന്നും ഇനി എനിക്ക് കേക്കണ്ട. ജാസ്മിൻ, എന്നോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിലേ, ആന്റി എന്നോട് പറഞ്ഞ വാക്കിന് വിലയുണ്ടായിരുന്നെങ്കിൽ ആന്റി പാർവതിക്കും വിശാലിനും ആദ്യ രാത്രിക്കുള്ള ഒത്താശ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പോ അവരുടെ ആദ്യ രാത്രിക്കുള്ള ഏർപ്പാടുകളൊക്കെ ആന്റിയല്ലേ ചെയ്തു കൊടുത്തത്? അത് മാത്രോ, കമ്പനിയുടെ പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനവും അവളെ കൊണ്ട്, ആ പാർവതിയെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നു. ഇവിടെ നഷ്ടം എനിക്ക് മാത്രം. പാഴായത് എന്റെ ജീവിതം. ജാസ്മിൻ, ബി കാം. മോളെ, നീ വിഷമിക്കാതിരിക്കെ. നിനക്കൊന്നും നഷ്ടമാവില്ല. നീ മോഹിച്ചതൊക്കെ നിന്റെ കൈകളിൽ തന്നെ വന്നു ചേരും. എന്റെ മനസ്സിലെ പ്ലാനിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ നിനക്ക് ഈ ടെൻഷൻ.
പാർവതിയോട് ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹം മുഴുവൻ കപടമാണ് ജാസ്മിൻ. പൊള്ളത്തരമാണല്ല. പ്രഭാവതി പാർവതിക്കൊപ്പമാണെന്ന് അവൾക്ക് തോന്നണം. ഞാൻ അവളുടെ ശത്രുവാണെന്ന് അവൾ ഒരിക്കലും സംശയിക്കരുത്. അതിനാ ജാസ്മിൻ ഞാൻ ഈ നാടകമൊക്കെ കളിക്കുന്നത്. ആന്റി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ തൽക്കാലം ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. കിട്ടുന്ന അവസരത്തിൽ ആ പാർവതിയെ ഞാൻ തകർക്കും. അതിനുള്ള ഒരു പ്ലാന്റിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്ലാന്റിന്റെ ഉദ്ഘാടനവും പാർവതിയുടെ ചാവും ഒരുമിച്ച് നടക്കും ജാസ്മിൻ. പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് സാറില്ലാതെ ഞാൻ മാത്രം എങ്ങനെയാ? എന്താടോ ഇത്? താൻ മാത്രമല്ലല്ലോ ഉദ്ഘാടനത്തിന് പോകുന്നത്. ഇവിടുന്ന് അമ്മയും അങ്കിളും ഒക്കെ വരുന്നില്ലേ? ആരൊക്കെ വന്നാലും സാറല്ലേ പ്രധാനമായിട്ടും വരേണ്ടത്. ഈ വയ്യാത്ത കാലം വെച്ച് എനിക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ ആ ചുമതല തന്നെ ഏൽപ്പിക്കുന്നത്. താനെ സന്തോഷമായി പോയി അടിപൊളിയായിട്ട് ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം. സാർ, തന്റെ കൈകൊണ്ട് അതിന്റെ അമ്മയും ഉദയനൂരമ്മയും പ്രാർത്ഥിച്ച് താൻ ധൈര്യമായിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി. എല്ലാം മംഗളമാവും. സർ, വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇരിക്കെ. സർ, ഇത് നമ്മുടെ സിറ്റി ബ്രാഞ്ചിലെ ഈ മന്തിലെ റിട്ടേൺ ആണ്. 20 lakhs ഉണ്ട്. മാഡത്തിന്റെ ഐഡിയ എല്ലാ ബ്രാഞ്ചിലും വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫെല്ലാം ഇപ്പോൾ കൂടുതൽ ഉഷാറായിട്ടുണ്ട്. മാഡം കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ കടം മുഴുവൻ 2 മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട. ഓഫീസിൽ ഇത്തിരി തിരക്കുണ്ട്. പെട്ടെന്ന് തിരികെ ചെല്ലണം. സാറിന് കാലിന് സുഖമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പണവുമായി ഇങ്ങോട്ട് വന്നത്. കാലിനിപ്പോൾ എങ്ങനെയുണ്ട് സർ? കുഴപ്പമില്ല, ചെറിയൊരു പെയിനുണ്ട്, അത്രേ ഉള്ളൂ. സാറിന് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി സർ. പാർവതി, ഈ ക്യാഷ് നിന്റെ മുറി കൊണ്ട് വയ്ക്ക്. എന്റെ മുറിയിലോ? ഇത് സാറിന്റെ മുറി വെച്ചാ പോരെ? അതെന്താ? ഇത് തന്റെ മുറിയിൽ വെച്ചാൽ ഇരിക്കില്ലേ? അയ്യോ, ഇത് തന്റെ മുറിയിൽ വെച്ചാൽ മതി. ഇതുകൊണ്ട് വെച്ചേ. പ്രതാപ, ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ചേച്ചി പറ.
ചേച്ചി ആ കിട്ടിയോ? കിട്ടി. ദേ, പാർവതി സൂക്ഷിച്ച് അലമാരി വെച്ചിരുന്ന പണമാണ് ഇപ്പൊ എന്റെ കയ്യിരിക്കുന്നത്. പിടിക്ക്. നീ ഇത് അടിച്ചു മാറ്റുന്നത് ആരും കണ്ടില്ലല്ലോ. ഏയ്, ആരും കണ്ടില്ല. ഇനിയാണ് കളി പ്രതാപ. ഈ പണം മോഷ്ടിച്ചത് നീയല്ല, പല്ലവിയാണ്. അങ്ങനെ വരുത്തി തീർക്കണം. നമ്മൾ വരുത്തി തീർക്കും. പണം കാണാതാവുമ്പോ ഇവിടെ എല്ലാവരും ചേർന്ന് അന്വേഷിക്കും. അപ്പോ ഈ പണം പല്ലവിയുടെ കസ്റ്റഡിയിൽ നിന്ന് കിട്ടും. പല്ലവി കള്ളിയായി മാറും. പിന്നെന്താ നടക്കുന്നത്? പണം മോഷ്ടിച്ചതിന്റെ നാണക്കേട് താങ്ങാനാവാതെ പല്ലവി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ പാർവതി അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടും. അതുകൊള്ളാം. നമ്മുടെ ജോലി ഈസിയും ആവും. ആഹാ, മോളെ പല്ലവി. ആ എന്താ അമ്മേ? മോളെ, മോളിങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? ആ, വാ മോളെ, ഇങ്ങ വന്നേ, വാ. അമ്മേ, കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ മോളെ, നീ വാന്നേ, ഞാനല്ലേ നിന്നെ വിളിക്കുന്നേ. നീ വന്നേ. ഇങ്ങോട്ട് കേറി വാ മോളെ. വാ പെണ്ണെ ഇവിടെ. ദേ, ഇത് നിനക്ക് വേണ്ടി എടുത്തൊരു ഡ്രസ്സാ. അയ്യോ, എനിക്കിത് വേണ്ട. അതെന്താ മോളെ വേണ്ടാത്തത്? ഹൈ ഹീല് ചെരുപ്പിട്ട് തന്നെ ചേച്ചിക്ക് ഇഷ്ടായിട്ടില്ല. അത് കാരണം എനിക്ക് തല്ലും കിട്ടിയില്ലേ. ഇനിയിപ്പോ ഈ ഡ്രസ്സും കൂടി വാങ്ങിയാലേ ഇതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്കം തല്ലുമൊക്കെ. അതൊന്നും കാര്യാക്കണ്ട. ദേ, നീ ഇത് വാങ്ങിച്ചേ. ഞാനല്ലേ തരുന്നത്. ഞാൻ തന്നാ നീ മേടിക്കില്ലേ? ദേ, നിന്റെ ചേച്ചി ചോദിച്ചാലേ ഈ ഡ്രസ്സ് ഞാൻ തന്നതാണെന്ന് പറഞ്ഞാ മതി. മേടിക്ക്. ഇതിപ്പോ ഒരു ഡ്രസ്സല്ലേ മോളെ. നീ ഇതിട്ടാ പാർവതിക്ക് എന്താ കുഴപ്പം? ഒരു പ്രശ്നവും ഉണ്ടാവില്ല.
നീ ധൈര്യമായിട്ട് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നടന്നോ. എന്നാലും മോളെ ദേ, പാർവതി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലേ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞതല്ലേ. പിന്നെ എന്താ മോളെ, ഈ ഡ്രസ് ഇട്ടാലേ മോള് കൂടുതൽ സുന്ദരിയാവും. എപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നതല്ലേ മോൾക്ക് ഇഷ്ടം. എന്താ ചേച്ചി, പല്ലവിക്ക് ഡ്രസ്സ് കൊടുത്തോ? അയ്യോ, ഒന്നും പറയണ്ട എന്റെ പ്രതാപ. പാർവതി പേടിച്ച് ഇവക്ക് ഡ്രസ്സ് വാങ്ങാൻ തന്നെ പേടിയായിരുന്നു. ആ പിന്നെ ഞാൻ കുറച്ച് ക്ലാസ് എടുത്തപ്പോ ഇവളങ്ങ് മേടിച്ചു. നീ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, എല്ലാ കാര്യത്തിനും നീ എന്തിനാ ചേച്ചിയുടെ അഭിപ്രായം അറിയാൻ നിൽക്കുന്നേ? അത് തന്നെയാ പ്രതാപ ഞാനും ഇവളോട് പറഞ്ഞേ. ആ മോള് റൂമിൽ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്ക്. ചെല്ലമോളെ. എന്നെ കൊല്ലാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ അതിനു മുൻപ് നിങ്ങളെ ഞാൻ കൊല്ലും. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. ശേഖരമേനോനെ, ഇനി പേടിക്കേണ്ടത് നിങ്ങളാ. ചാകാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നു. പ്രഭാവതി, ഇനിയും നിന്നെ ഇങ്ങനെ ഇവിടുത്തെ മഹാറാണിയായി സുഖിച്ചു വാഴാൻ ഞാൻ അനുവദിക്കില്ല. ഗായത്രി മാഡത്തെയും എന്നെയും ഗോപി സാറിനെയും ഈ കുടുംബത്തിനെയും ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നോടുള്ള പക എനിക്ക് തീർക്കണം. ഇന്ന് നിന്റെ അവസാനമാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഈ വേഷത്തിൽ അവളെ കൊല്ലാൻ ചെന്ന ശരിയാവില്ല. അത് സംശയത്തിനിടയാകും. ഈ താടിയും മുടിയും ഒക്കെ മാറ്റാം. പ്രഭാവതി, ഇത് നിന്റെ മുറിയുടെ താക്കോല. ഇങ്ങനെ ഒരു കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്നറിയോ. എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടായാലും ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറ്റും. ഇന്ന് നിന്റെ ശവം ഇവിടെ വീഴും. പാർവതിയുടെ സ്നേഹം തിരിച്ചറിയാതെ ഒരു വർഷക്കാലത്തോളം അവൾ അകറ്റി നിർത്തിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാവാം ഓരോരോ കാരണങ്ങളാൽ ആദ്യ രാത്രി വൈകുന്നത്. ദൈവമേ, ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് 1 മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ഞങ്ങളുടെ ആദ്യ രാത്രി വൈകിപ്പിക്കരുത്. വിശാൽ സർ,
സർ ദാ പാല്. ചൂടുണ്ട്. ആദ്യ രാത്രി നീ പാലും കൊണ്ട് വരുന്നത് കൊതിച്ചിരുന്നവനാ ഞാൻ. ഇപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി.